ബിടെക് കഴിഞ്ഞ് പുതിയൊരു കോഴ്സ് എന്നുള്ള രീതിയിൽ വന്നപ്പോൾ തന്നെ സ്റ്റാർട്ടിങ് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയും ജോബ് കിട്ടുമോ, പ്ലേസ്ഡ് ആവുമോ എന്നൊക്കെ ഉള്ളത്. അപ്പം ടെക്നോളജിയിൽ വന്നൊരു 4 months കഴിഞ്ഞപ്പോൾ തൊട്ടേ ഏകദേശം എല്ലാ സ്കിൽസ് എല്ലാം പഠിച്ചെടുക്കാൻ പറ്റിയതുകൊണ്ട് എങ്ങനെയെങ്കിലും പ്ലേസ്ഡ് ആവുമെന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു. എൻ്റെ പേര് ഗ്രേസ് തെരേസ് ബിജോ. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ ടെക്നോളജിയിൽ ഡാറ്റ അനലിറ്റിക്സ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ കോഡ്സോഫ്റ്റ് കാക്കനാടുള്ള കോഡ്സോഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയിൽ പ്ലേസ്ഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ടെക്നോളജി വഴിയാണ് ഞാൻ പ്ലേസ്ഡ് ആയത്. കോഴ്സ് തീരുന്നതിന് കുറച്ച് കാലം മുന്നേ തന്നെ എനിക്ക് പ്ലേസ്ഡ് ആവാൻ പറ്റി. അപ്പോൾ ടെക്നോളജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബിടെക് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അപ്പോൾ എങ്ങനെ ഒരു IT കോഴ്സ് തന്നെ പഠിക്കാമെന്നുള്ള രീതിയിലാണ് ഡാറ്റ അനലിറ്റിക്സ് ചൂസ് ചെയ്തത്. അപ്പോൾ എറണാകുളത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇങ്ങനെ വിളിച്ചന്വേഷിച്ചു. അങ്ങനെ ടെക്നോളജി ഇൻസ്റ്റാഗ്രാം വഴി കണ്ടിട്ടാണ് ടെക്നോളജിയിലേക്ക് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ കോൺടാക്ട് ചെയ്ത് ഇവിടുന്ന് ആളുകൾ സംസാരിച്ചപ്പോൾ തന്നെ ഓക്കെ ആണെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ടെക്നോളജി ചൂസ് ചെയ്തത്. അങ്ങനെ ടെക്നോളജിയിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും ട്രെയിനേഴ്സൊക്കെ ആയിട്ട് ഭയങ്കര കണക്റ്റ് ആവാൻ പറ്റി. നല്ല രീതിയിൽ ക്ലാസ്സുകളൊക്കെ പോയി. എനിക്ക് ഇവിടെ ഏറ്റവും ബെനിഫിഷ്യലായിട്ട് തോന്നിയത് ഇവിടുത്തെ മോക്ക് ഇൻ്റർവ്യൂസും മന്ത്ലിയുള്ള അസസ്മെൻറ്റ്സും ആയിരുന്നു. മോക്ക് ഇൻ്റർവ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂസിനോടുള്ളൊരു പേടിയും ആ ടെൻഷനും അതൊക്കെ മാറി. അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്നൊരു ഇൻ്റർവ്യൂ വന്നാലും എങ്ങനെ ടെൻഷൻ ഇല്ലാതെ ഫേസ് ചെയ്യാന്നുള്ളതൊക്കെ ഇപ്പം ഓക്കെ ആയിട്ടുണ്ട്. ക്ലാസ് മാത്രമല്ലായിരുന്നു, ഇവിടെ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി സെലിബ്രേഷൻസും കൾച്ചറൽ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പഠിത്തത്തിൽ നിന്നും ആ ജോലി കിട്ടാത്തതിനുള്ള ടെൻഷനൊക്കെ മാറി നല്ലൊരു റിലാക്സ്ഡ് ആയിട്ടായിരുന്നു ഈ 7 months പൊയ്ക്കൊണ്ടിരുന്നത്. ബിടെക് കഴിഞ്ഞ് പുതിയൊരു കോഴ്സ് എന്നുള്ള രീതിയിൽ വന്നപ്പോൾ തന്നെ സ്റ്റാർട്ടിങ് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയും ജോബ് കിട്ടുമോ, പ്ലേസ്ഡ് ആവുമോ എന്നൊക്കെ ഉള്ളത്. അപ്പം ടെക്നോളജിയിൽ വന്നൊരു 4 months കഴിഞ്ഞപ്പോൾ തൊട്ടേ ഏകദേശം എല്ലാ സ്കിൽസ് എല്ലാം പഠിച്ചെടുക്കാൻ പറ്റിയതുകൊണ്ട് എങ്ങനെയെങ്കിലും പ്ലേസ്ഡ് ആവുമെന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു. പിന്നെ ഒരു 7 months ആയപ്പോഴത്തേക്കും പ്ലേസ്മെൻറ്റ്സ് പയ്യെ വരെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പ്ലേസ്മെൻറ്റ് ടീമിൽ നിന്നാണെങ്കിലും ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. പ്ലേസ്മെൻറ്റ്സ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം, ഒരു ട്രെയിനിങ് തന്നു. അങ്ങനെയാണ് നല്ലൊരു കമ്പനിയിൽ ഇപ്പോൾ പ്ലേസ്ഡ് ആവാൻ പറ്റിയിരിക്കുന്നത്. ഓവറോൾ ടെക്നോളജി എൻ്റെ സ്കിൽ ലൈഫിലും ബാക്കി കരിയർ ലൈഫിലും നല്ലൊരു റോള് വഹിച്ചിട്ടുണ്ട്.